ഈദ് മുബാറക് ഓൾ. അപ്പം ഞങ്ങളെ വീട്ടിലെ ചെറിയ പെരുന്നാളെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണിക്കുന്നത്. അരിയൊക്കെ കൊടുക്കാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ അതാ ഹാനും ഞാനൊക്കെ നല്ല കളിയിലാണ്. എല്ലാവരും വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഒക്കെയാണ്. പിന്നെ ഇത് നൂഹാണ്. നൂഹ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ്. പിന്നെ ഹാനും ഞാനൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഈദനാണ്. ഈദന് നൂഹിൻ്റെ ഏട്ടനാണ്. അപ്പോൾ ഓന് ഫോണിൽ കളിയാണ്. ഫോണിൽ കളിച്ച് നിൽക്കുകയാണ്. നൂഹാണെങ്കിൽ ഫുൾ ഉമ്മൻ്റെ വയ്യേക്കാണ് കേട്ടോ. പിന്നെ ഇത് കൊച്ചൂസ്, ഇത് ജിത്തു. അങ്ങനെ കുറച്ച് ഇപ്പോൾ അവിടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ വാങ്ങിക്കൊണ്ടുവന്ന്. ആനൂനാണ് നല്ല പേടിയാണ് പടക്കം എന്ന് പറഞ്ഞാൽ. ഓന അത് കണ്ടപ്പം തന്നെ കരയാൻ തുടങ്ങി. പിന്നെ ഓനെ കാണിച്ചൊന്നുമില്ല. ഓലൊക്കെ ഭയങ്കര ആവേശത്തിലാണ് പടക്കൊക്കെ പൊട്ടിച്ച്. പിന്നെ അതാ മൊയിലാഞ്ചി ഇടുകയാണ്. ഞാൻ ഈ നൂഹിനിങ്ങനെ മൊയിലാഞ്ചി കുറച്ചൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ഓനെല്ലാം വെച്ചിരും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇട്ടുകൊടുത്ത് നോക്കി. പിന്നെ അതാ ഞങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ കൊച്ചൂസ് മൊയിലാഞ്ചി ഇടുകയാണ്. കൊച്ചൂസിനെ സമ്മതിക്കുന്നുണ്ടായില്ല കേട്ടോ. ആനും ഞാനും ഓളെ മൊയിലാഞ്ചി ഇടാനേ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസമൊക്കെ കയ്യാണ്. ഇനി നാളെ രാവിലെ. അപ്പം വീണ്ടും ഈദ് മുബാറക്. രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. പുട്ടും ബീഫ് കറിയും ഒക്കെയാണ് കേട്ടോ. പിന്നെ അതാ ബിരിയാണിക്കുള്ളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മട്ടനായിരുന്നു, ചിക്കൻ ഇതൊക്കെ വെച്ച്. പിന്നെ ജ്യൂസാണ് കേട്ടോ, പായസമൊന്നും ഉണ്ടാക്കിയില്ല ചൂടായതുകൊണ്ട്. പിന്നെ അതാ കൊച്ചൂസ് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ അതാ ഓലൊക്കെ പള്ളിയിൽ പോവുകയാണ് കേട്ടോ. ആണുങ്ങളൊക്കെ പള്ളിയിൽ പോവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഹാനും ഇങ്ങനെ എണീച്ച് വന്ന്. ഹാനു മാത്രം എണീച്ച് പോയി. ഹാനു നല്ല ഉറക്കത്തിലാണ്. അപ്പം ഹാനുവിനെ പോയി കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ ഹാനു കുളിച്ചൊക്കെ വന്ന് ഓനെ മാറ്റിക്കാനൊക്കെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും യാനു എണീച്ചു കേട്ടോ. അങ്ങനെ യാനുവിനെയും പോയി കുളിപ്പിക്കുകയും മാറ്റിക്കുകയൊക്കെ വേണം. അപ്പോൾ പിന്നെ നൂഹു എണീച്ച് കുളിപ്പിച്ചതിന് കേട്ടോ യാനു നിലവിളിക്കുന്നത്. നല്ല കരച്ചില്ല കേട്ടോ കുളിപ്പിക്കുമ്പോഴൊക്കെ. പിന്നെ അതാ മാറ്റിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വായിച്ചെന്തോ മധുരമൊക്കെ തൊള്ളിലിട്ട് കൊടുത്തിട്ടോ. അങ്ങനെ രണ്ടാളും മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഷൂ ഒക്കെ ഇട്ട് അതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അത് എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ വന്ന് മധുരമൊക്കെ തിന്നണം കേട്ടോ. അപ്പം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുകയാണ്. ഞാനും ആ ലഡു ഒക്കെ തിന്ന് നിൽക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് മധുരം. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുത്തിരിപ്പിച്ചാണ് കേട്ടോ എല്ലാവരും. ഒരാൾ നല്ല നിൽക്കുമ്പോൾ ഒരാൾ അങ്ങനെ വായിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിക്കണ്. പിന്നെ അതാ ബിരിയാണിയൊക്കെ റെഡിയായി. മസാല ബിരിയാണിയൊക്കെ റെഡിയായിക്കണം കേട്ടോ. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതാ കാറിൽ കയറിയാൽ പിന്നെ പോലെ പറയണ്ടല്ലോ, ഫുള്ള് കളിയാണ്. അവിടെ എത്തുന്നവരേ കളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ
ആനും ഉറങ്ങി, രണ്ടാളും ഉപ്പരായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി പായസമൊക്കെ കുടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിലൊക്കെ പോയി കേട്ടോ. ഞാനും ഉമ്മയൊക്കെ കൂടി അടുത്ത വീട്ടിലൊക്കെ പോയി. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവർക്ക് പെരുന്നാളൊന്നുമില്ല, ഫുള്ള് മണ്ണക്കളിയാണ്, ഓടലും ചാടലൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈദ്